ഹായ് ഫ്രണ്ട്സ്, നമ്മളെ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ പോവാണ് കേട്ടോ. ഒരു 4 മണിക്കാവുമ്പോൾ എണീറ്റുണ്ട്. പോകുമ്പോഴത്തേന് ഒരു 6:30 കേട്ടോ. എന്തായാലും ശരിക്കും പറഞ്ഞാൽ കുറേ ആയിട്ട് നമ്മൾ പോകാം അങ്ങനെ വിചാരിക്കുന്നു. പിന്നെ രാവിലെ നീക്കേണ്ട മടിയാണ്. പിന്നെ ഞങ്ങൾ ശ്രീതു നീറ്റപ്പോൾ അവൾക്ക് ഫുഡൊക്കെ കഴിക്കാൻ കൊടുത്തുട്ടോ. പിന്നെ അവിടെ ഒരു 7:30 ആകുമ്പോഴത്തേന് എത്തിട്ടോ. ശ്രീതു ഒന്ന് ഉറങ്ങി നീറ്റപ്പോഴത്തേക്ക് നമ്മൾ കാടാമ്പുഴയ്ക്ക് എത്തിന് കേട്ടോ. പിന്നെ നമ്മൾ മുട്ട ഇറക്കാനൊക്കെ നിന്നു കേട്ടോ. പക്ഷേ സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കൊക്കെ പ്രതീക്ഷിച്ച് പോയതാണ്. പക്ഷേ തിരക്കൊന്നും ഇല്ലേന്നു കേട്ടോ. തൊഴാൻ പിന്നെ അധിക നേരമൊന്നും വരിയിൽ നിൽക്കേണ്ടി വന്നിട്ടില്ല, വേഗം തന്നെ കഴിഞ്ഞിന് കേട്ടോ. പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. ശ്രീധുവിന് ഇങ്ങനെ ഉറക്കത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവളങ്ങനെ വിരലും ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കഠിന പായസമൊക്കെ വാങ്ങി. പിന്നെ ശ്രീധുവിനൊന്ന് അമ്പലക്കുളമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാച്ച് അങ്ങോട്ട് പോയിട്ടോ. അതിലുള്ള മീനുകളൊക്കെ കണ്ടപ്പോൾ അങ്ങനെ നോക്കിക്കണം അവൾ. നമ്മൾ അമ്പലത്തിൽ നിന്ന് പോരുമ്പോൾ പിന്നെ അവിടുന്ന് സെക്യൂരിറ്റി പറഞ്ഞു കേട്ടോ അവിടെ ചായയൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിക്കാൻ പോയിട്ടോ. അവിടെ കാപ്പി ഉപ്മാവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ശ്രീധുവിന് കുറച്ച് കളിപ്പാട്ടൊക്കെ വാങ്ങാലോ വെച്ചാൽ അങ്ങനെ നോക്കാൻ പോയിട്ടോ. അവിടെ കാണുന്നതൊക്കെ അവൾക്ക് ഇഷ്ടമായിട്ടോ. പിന്നെ അവൾക്ക് ടോയ്സൊക്കെ വാങ്ങി ഞങ്ങൾ പിന്നെ പോന്നു കേട്ടോ അവിടുന്ന്. പിന്നെ ശ്രീതുമോക്കൊന്ന് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോണ വഴിക്ക് ഒരു ഗ്രൗണ്ട് കണ്ടപ്പോൾ നമ്മൾ അവിടെയൊക്കെ നിർത്തിയിട്ട് പിന്നെ അവൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടാട്ടോ പിന്നെ വീട്ടിലേക്ക് തിരിച്ചത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവളൊക്കെ ഒന്ന് ആക്റ്റീവായിട്ടോ. പിന്നെ ശ്രീതുമോളെ കളിയൊക്കെ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ മലപ്പുറത്തേപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോവാൻ വിചാരിച്ചിട്ട് മുംബൈ റെസ്റ്റോറൻറ്റിൽ ഇറങ്ങി ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ ഫ്രണ്ട്സ്.